നെക്സ്റ്റ് സെക്ഷനാണ് ലീനിയർ കോൺട്രുവൻസ്. ലീനിയർ കോൺട്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രുവൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. കോൺട്രുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രുവൻ ടു ബി മോഡ് എൻ ആണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ കണ്ടീഷൻ പറഞ്ഞത്? ഇഫ് എൻ ഡിവൈഡ്സ് ദ ഡിഫറൻസ് എ മൈനസ് ബി, ഇങ്ങനെ നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ലീനിയർ കോൺട്രുവൻസ് പറഞ്ഞാൽ ഇങ്ങനെ വരിക, അതായത് എ എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എൻ, അതായത് കോൺട്രുവൻസിൽ വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ എ എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കോൺട്രുവൻസിൽ ഒരു വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രുവൻസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ലീനിയർ കോൺട്രുവൻസ് എന്ന് വിളിക്കാം അല്ലേ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് സ്ക്വയർ കോൺട്രുവൻ ടു 3 മോഡ് 5. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ലീനിയർ കോൺട്രുവൻസിന് എക്സാമ്പിളാണ്. ഇനി ഒരു ലീനിയർ കോൺട്രുവൻസിൻ്റെ സൊല്യൂഷനാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുകയാണ് എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എൻ ഹാസ് എ സൊല്യൂഷൻ. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അത് ഞാൻ എക്സ് നോട്ടാണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് നോട്ട് എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് മീനിങ് അല്ലേ. അതായത് എ എക്സ് നോട്ട് ഈസ് കോൺട്രുവൻ ടു ബി മോഡ് എൻ ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3x കോൺട്രുവൻ ടു 5 മോഡ് 7. അപ്പോൾ ഇവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് എക്സിന് ഒരു സൊല്യൂഷൻ, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലേ കണ്ടെത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ഈ ഒരു എക്സാമ്പിളിൽ എക്സിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുകൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7 ഡിവൈഡ് ചെയ്യണം. അത്തരത്തിലുള്ള വാല്യൂ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ഇപ്പോൾ 3 × 1 എന്ന് പറഞ്ഞാൽ 3 വരും. 3 - 5 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിങ്ങോട്ട് വന്നാൽ 3 - 5 എന്ന് പറഞ്ഞാൽ -2 വരും. 7 ഡിവൈഡ്സ് -2 അതായിരിക്കും കറക്റ്റ് അല്ല അല്ലേ. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ എക്സിന് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 4 ആയിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആവും. എക്സിന് 4 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 3 × 4 അല്ലേ ഈസ് കോൺട്രുവൻ ടു 5 മോഡ് 7 ആയിരിക്കും. കാരണം 3 × 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. 12 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 12 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ് വരിക. 7 എന്തായിരിക്കും? 7 ഡിവൈഡ് 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഏതെന്ന് പറയാൻ പറ്റും നമുക്ക്. എക്സ് ഈക്വൽ ടു 4 എന്നുള്ളത് ഒരു സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതായത് എക്സിന് ഇനി അടുത്ത വാല്യൂ ഏതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കുക. എക്സിന് 5 കൊടുക്കുക. 5 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുക. 6 കൊടുത്താൽ പറ്റുമോ നോക്കുക. 7 കൊടുത്താൽ പറ്റും. അങ്ങനെ ഏത് കൊടുത്താലാണ് ഇനി നമുക്ക് അടുത്തൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതും ക്ലിയർ അല്ലേ. അപ്പോൾ ലീനിയർ കോൺട്രുവൻസ് എന്ന് പറഞ്ഞാൽ കോൺട്രുവൻസിൽ വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് സിംപ്ലി ഈ ഒരു മോഡലിലുള്ളതൊക്കെ ലീനിയർ കോൺട്രുവൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോൺട്രുവൻസിൻ്റെ സൊല്യൂഷൻ ആണ് എക്സ് നോട്ട് എന്ന് പറയണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തു. അപ്പോൾ ഇതിൽ എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞത് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദീസ് കോൺട്രുവൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. നെക്സ്റ്റ് തിയറം നോക്കൂ. ദ ലീനിയർ കോൺട്രുവൻസ് എ എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എൻ ഹാസ് എ സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി. വേർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GCD ഓഫ് എ എൻ അല്ലേ. ഇഫ് ഡി ഡിവൈഡ്സ് ബി ദെൻ ഇറ്റ് ഹാസ് ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ എൻ. അപ്പോൾ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചൊരു തിയറം ഉണ്ടായിരുന്നു, LDE അല്ലേ. ലീനിയർ ഡയോഫാൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആവുക, അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എപ്പോഴാണെന്നുള്ള ഒരു തിയറം നമ്മൾ പറഞ്ഞതായിരുന്നു. ഒരു LDE അല്ലേ. AX + BY = C എന്നുള്ള ഫോമിലുള്ള ഒരു LDE, ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എപ്പോഴായിരുന്നു നമ്മൾ പറയുന്നത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് സി അല്ലേ. വേർ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? GCD ഓഫ് AB. ഇങ്ങനെ ഒരു തിയറം നമ്മൾ പഠിച്ചതായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇഫ് x0 y0 എന്ന് പറയുന്നത് ഈസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് AX + BY = C. അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് ബാക്കി എല്ലാ സൊല്യൂഷൻസിനെയും എങ്ങനെ എഴുതാമെന്ന് പറയുന്നത്? x = x0 + b/d × t and y = y0 - a/d × t അല്ലേ. വേർ t ഈസ് ആൻ ഇൻറ്റിജർ. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ലീനിയർ കോൺട്രുവൻസും സോൾവബിൾ ആണോ, അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എന്നിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ലീനിയർ കോൺട്രുവൻസിനെ ആദ്യം ഒരു LDEൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീനിയർ കോൺട്രുവൻസ് എക്സ് കോൺട്രുവൻ ടു ബി മോഡ് എൻ ആണ്. ഇതിനെ ഞാനൊരു LDEൻ്റെ ഫോമിലേക്ക് എങ്ങനെ എനിക്ക് മാറ്റി എഴുതാം? AX അല്ലേ -B = സം മൾട്ടിപ്പിൾ ഓഫ്
എൻ എന്നാണ് വരിക. സം എൻ വൈ എന്ന് കൊടുത്തു. അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് എഴുതാൻ എനിക്ക് എ എക്സ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഓർ എ എക്സ് പ്ലസ് മൈനസ് എൻ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിലായില്ലേ. ഈ ഒരു ലീനിയർ ഡയോഫാൻറ്റൈൻ ഇക്വേഷനായിട്ട് നിങ്ങളിതിനെ കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഇവിടെ ഇല്ലേ, ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞു എന്താണ്, എ തന്നെയാണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, മൈനസ് എൻ അല്ലേ. അതുപോലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് വേണം ഇത് സോൾവബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു ലീനിയർ കോൺട്രുവൻസ് എന്താണെന്ന് കിട്ടി, ഒരു ലീനിയർ ഡയോഫാൻറ്റൈൻ ഇക്വേഷൻ്റെ ഫോമിലാണെന്ന് കിട്ടി. അപ്പോൾ ഇത് സോൾവബിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ലീനിയർ ഡയോഫാൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആവും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ് സി ആണെങ്കിൽ, വേർ ഡി എന്ന് പറഞ്ഞാൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും, ഇത് സോൾവബിൾ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ് സി എന്ന് പറയും. ഇവിടെ സി അല്ലേ, ഇവിടെ സി ആയിരുന്നു, ആ സീൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ വരുന്നത്, ബി ആണ്. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി, വേർ ഡി ഇസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എ ആൻഡ് ബി എന്നായിരുന്നു. ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇവിടെയും ബി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ എന്താ വരിക, എ ആൻഡ് മൈനസ് എൻ അല്ലേ, എ മൈനസ് എൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി സി ഡി ഓഫ് എ മൈനസ് എൻ എന്ന് പറഞ്ഞാലും ജി സി ഡി ഓഫ് എ എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയി. ഓക്കെ, ഫസ്റ്റ് ഭാഗം എന്തായിരുന്നു പറഞ്ഞത്, ഇങ്ങനെ ഒരു ലീനിയർ ഡയോഫൈൻറ്റൈൻ, ഇങ്ങനെ ഒരു ലീനിയർ കോൺട്രുവൻസ് അല്ലേ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് ബി ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്, ഈ ഒരു ലീനിയർ കോൺട്രുവൻസിനെ ഒരു ലീനിയർ ഡയോഫൈൻറ്റൈൻ ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റി. എങ്ങനെയാണ് മാറ്റിയത്, എ എക്സ് പ്ലസ് മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇത് നമുക്കറിയാം, ഇത് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി ഡിവൈഡ്സ് സി ആയിരിക്കും. ആ സി ഇവിടെ വരുന്നത് ബി ആണ്. അപ്പോൾ അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഡി ഡിവൈഡ്സ് ബി എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയി. ഓക്കെ, വേർ ഡി എന്ന് പറഞ്ഞാൽ ജി സി ഡി ഓഫ് എ എൻ ആണ്. ദെൻ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു, ഇഫ് ഡി ഡിവൈഡ്സ് ബി, ഡി ബിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഹാസ് ഈ ഒരു ലീനിയർ കോൺട്രുവൻസിന് ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് എന്നാണ്. എത്ര സൊല്യൂഷൻസ് ഉണ്ട്, ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻ. അവിടെ വരുന്ന ജി സി ഡി എത്രയാണോ അത്രയും ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ എൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങളിത് പ്രോബ്ലം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം, ഡി ബിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഇങ്ങനെ ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻകോൺട്രുവൻറ്റ് അല്ല കോൺട്രുവൻറ്റ് ആണെന്നുള്ള ഫോമിൽ എടുക്കും, എന്നിട്ട് നമുക്കതിന് കോൺട്രഡിക്ഷൻ കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലെറ്റ് ഡി ഡിവൈഡ്സ് ബി എന്ന് എടുത്തു അല്ലേ. ഇഫ് ഡി ഡിവൈഡ്സ് ബി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഹാസ് ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ എൻ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തത് ലെറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ബി ദ പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ഓഫ് ദി എൽ ഡി ഇ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ എൽ ഡി ഏതായിരുന്നു, എ എക്സ് മൈനസ് എൻ വൈ ഇസ് ഈക്വൽ ടു ബി. ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ് എക്സ് നോട്ടും വൈ നോട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറ്റെല്ലാ സൊല്യൂഷൻസും നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി അല്ലേ, ബി ബൈ ഡി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ബീൻ്റെ പ്ലേസിൽ എന്താ വരുന്നത്, നമുക്കറിയാം എൻ ആണ് അല്ലേ. അപ്പോൾ എൻ ബൈ ഡി ഇൻറ്റു ടി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്ന് വരും. ഇവിടെ ടി വാരി ചെയ്യുന്നത് എവിടുന്ന് എങ്ങോട്ടാണ്, 0 1 2 എക്സെട്ര ഡി -1 വരെയാണ് അല്ലേ. ആ ഡി എന്നുള്ള ഇൻറ്റീജർ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ജി സി ഡി, അതിൻ്റെ താഴെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സിന് ഏതൊക്കെ പോസിബിലിറ്റീസ് വരാം, ഫസ്റ്റ് എക്സ് നോട്ട് വരാം അല്ലേ. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരാം, എക്സ് നോട്ട് വരാം. ദെൻ എന്ത് വരാം, എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി എന്ന് വരാം, എക്സ് നോട്ട് പ്ലസ് 2 എൻ ബൈ ഡി എന്ന് വരാം, എക്സെട്ര. അങ്ങനെ ഏത് വരെ വരാം, എക്സ് നോട്ട് പ്ലസ് ഡി -1 ബൈ ഡി അല്ലേ, ഇത് വരെ വരാം. ഇനി നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ 1 2 3 അല്ലേ എക്സെട്ര ഡി വരെ ഉണ്ട്, എണ്ണിക്കഴിഞ്ഞാൽ ഡി വരെ ഉണ്ട്. അപ്പോൾ ഡി മ്യൂച്വലി ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഇതൊക്കെ സൊല്യൂഷൻസ് ആണെന്ന് കിട്ടി. ഇനി ഇത് പരസ്പരം ഇൻകോൺട്രുവൻറ്റ് ആണെന്ന് കാണിക്കണം. ഇൻകോൺട്രുവൻറ്റ് ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കേണ്ടത് അല്ലേ, എക്സ് നോട്ട് പ്ലസ് എൻ ബൈ ഡി അല്ലേ, എൻ ബൈ ഡി ഈസ് ഇൻകോൺട്രുവൻറ്റ് ടു എക്സ് നോട്ട് പ്ലസ് 2 എൻ ബൈ ഡി. ഇങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രുവൻറ്റ് ആണെന്ന് എടുക്കുക. കോൺട്രുവൻറ്റ് ഇങ്ങനെ അത് ഇൻകോൺട്രുവൻറ്റ് അല്ല കോൺട്രുവൻറ്റ് ആണെന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ലെറ്റ്സ് എക്സ് നോട്ട് പ്ലസ് T1 എൻ ബൈ ഡി. ഓക്കെ, T1 എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ടീൻ്റെ വാല്യൂ 1 ആണ്, ഇവിടെ കൊടുത്തിട്ടുള്ള ടീൻ്റെ വാല്യൂ എന്താണ് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ T1 ജനറലി അങ്ങനെ കൊടുക്കുകയാണ് T1 എൻ ബൈ ഡി
ഈസ് കോൺട്രുവൻറ്റ് ടു x0 പ്ലസ് T2n/d എന്ന് കൊടുത്തു. ഓക്കെ, മോഡ് കോൺട്രുവൻറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതുന്നത്? മോഡ് n എഴുതും. ഇൻകോൺട്രുവൻറ്റ് മോഡിലോ n ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഇങ്ങനെ മോഡ് n നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഇൻകോൺട്രുവൻറ്റ് അല്ല, കോൺട്രുവൻറ്റ് ആണ്, പരസ്പരം രണ്ടെണ്ണം. ഇപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്നത് ഞാൻ 1 or 2 ഏതും ആവട്ടോ. ഇപ്പോൾ x0 പ്ലസ് T1 ഇൻറ്റു n/d ഈസ് കോൺട്രുവൻറ്റ് ടു x0 പ്ലസ് T2 ഇൻറ്റു n/d മോഡ് n ഇങ്ങനെ എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാൽ മതി? ഇനി ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടും. ഇത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T1n/d ഈസ് കോൺട്രുവൻറ്റ് ടു T2n/d മോഡ് n എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്ക്, n/d ഇവിടെ ഉണ്ട്, n/d ഉണ്ട്, n ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്ക്, GCD ഓഫ് n/d n എന്താ വരിക? n/d n ആവില്ലേ അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു 3, 6 അതിൽ GCD എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതിൽ ആ ചെറുത് തന്നെ ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ n/d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? n/d തന്നെ ആയിരിക്കും. GCD ഓഫ് n/d എന്ന് പറഞ്ഞാൽ n/d ആയിരിക്കും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇത് നോക്ക്, T1n/d ഈസ് കോൺട്രുവൻറ്റ് ടു T2n/d മോഡ് n. ഇതിനെ നമ്മൾ ഒരു കോൺട്രുവൻസിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചതായിരുന്നു. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? T1 ഈസ് കോൺട്രുവൻറ്റ് ടു T2 മോഡ് n/n/d എന്ന് എഴുതാൻ പറ്റില്ലേ? n/n/d എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെയും അതുപോലെ തന്നെ n-ൻ്റെയും GCD n/d ആയതുകൊണ്ട് തന്നെ T1n/d ഈസ് കോൺട്രുവൻറ്റ് ടു T2n/d മോഡ് n എന്നുള്ളതിന് എങ്ങനെ എഴുതാൻ പറ്റും? T1 ഇങ്ങനെ എഴുതരുത്, T1 കോൺട്രുവൻറ്റ് ടു T2 മോഡ് n എഴുതരുത്, T1 കോൺട്രുവൻറ്റ് ടു T2 മോഡ് n/n/d എന്ന് വരും. ബൈ പ്രോപ്പർട്ടീസ് ഓഫ് കോൺട്രുവൻസ് നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? T1 ഈസ് കോൺട്രുവൻറ്റ് ടു T2 മോഡ് d എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? d ഡിവൈഡ്സ് T1 മൈനസ് T2. പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള T1 ഉം T2 ഒക്കെ എന്താണ്? ഡീൻ്റെ താഴെ വരുന്ന നമ്പറാണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ T1 ഞാൻ പറഞ്ഞു 1 ആണ്. അതുപോലെ T എന്ന് പറഞ്ഞ വാല്യൂസ് നമ്മൾ ഫുൾ എടുക്കുന്നത്. T1 എന്ന് പറഞ്ഞാൽ 1 ആവാം, T2 പറഞ്ഞാൽ 2. അപ്പോൾ അതെന്തായാലും D-1ൻ്റെ താഴെ ഉള്ളൂ. D-1ൻ്റെ താഴെ പറഞ്ഞാൽ ഡീൻ്റെ താഴെ വരുള്ളൂ അല്ലേ? അതായത് 0, 1, 2 എത്ര എക്സെട്ര എന്തായാലും ഡീൻ്റെ താഴെ വരുള്ളൂ. അതായത് T1 ലെസ് ദാൻ D ആയിരിക്കും, T2 ലെസ് ദാൻ D ആയിരിക്കും. അതായത് T1 മൈനസ് T2 എന്തായിരിക്കും? ലെസ് ദാൻ D ആയിരിക്കും. ഇത് ലെസ് ദാൻ D ആവുകയും ഇതിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് കോൺട്രഡിക്ഷൻ അല്ലേ? ഇത് D ഡിവൈഡ്സ് T1 മൈനസ് T2 പറഞ്ഞാൽ ഏതാണ് ഇതിൽ വലുത് വരുന്നത്? വലുത് ഇതാണ് അല്ലേ? ഇതാണ് ഇവിടുത്തെ ചെറുത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ 3 ഡിവൈഡ്സ് 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്നതായിരിക്കണം വലുത് അല്ലേ? പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി T1 മൈനസ് T2 എന്താണ്? ചെറുതാണ്, ഡീനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് ശരിയാണോ? അത് കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടാൻ കാരണം എന്താണ്? നമ്മൾ മ്യൂച്വലി രണ്ടെണ്ണം ഇൻകോൺട്രുവൻ്റ് അല്ല, അടുത്തടുത്ത് കിടക്കുന്ന ഈ രണ്ടെണ്ണം അല്ലേ പരസ്പരം കോൺട്രുവൻ്റ് ആണ്. കോൺട്രുവൻ്റ് മോഡിലോ n എടുത്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കോൺട്രഡിക്ഷൻ കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരിക്കലും കോൺട്രുവൻ്റ് അല്ല അല്ലേ? ഈ പരസ്പരം ഇവിടെ വരുന്ന എല്ലാതും പരസ്പരം എന്താണെന്ന് പറയാൻ പറ്റും? ഇൻകോൺട്രുവൻ്റ് മോഡിലോ n ആണ്. അതായത് 1, 2 എക്സെട്ര അങ്ങനെ D-1 എന്ന് പറഞ്ഞാൽ 1, 2, 0, 1 അല്ലേ? 1, 2 എക്സെട്ര D എത്ര? D-0 ടു D-1 എന്ന് പറഞ്ഞാൽ എത്ര വരും? D വരും അല്ലേ? അതായത് D മ്യൂച്വലി ഇൻകോൺട്രുവൻ്റ് സൊല്യൂഷൻസ് മോഡിലോ n ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിയറം ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഡിറ്റർമൈൻ വെദർ ദ കോൺട്രുവൻസസ്. കുറച്ച് കോൺട്രുവൻസ് തന്നിട്ടുണ്ട്. 12x കോൺട്രുവൻറ്റ് ടു 18 മോഡ് 15, 76v. നെക്സ്റ്റ് ഒരു വേരിയബിൾ തന്നതാണ്, x തന്നുകൊണ്ട് അടുത്തൊരു v തന്നു. v ഈസ് കോൺട്രുവൻറ്റ് ടു 15 മോഡ് 176 അല്ലേ? ആൻഡ് 49x കോൺട്രുവൻറ്റ് ടു 94 മോഡ് 36 ആർ സോൾവബിൾ ആണോന്നുണ്ടെങ്കിൽ അത് അല്ലേ? ആർ സോൾവബിൾ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമോ എന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് വെൻ ദ കോൺട്രുവൻറ്റ് ഈസ് സോൾവബിൾ. അപ്പോൾ ആ ഒരു ഇൻകോൺട്രുവൻറ്റ് സൊല്യൂഷൻസ് എത്രയാണ്? ഫൈൻഡ് ദ നമ്പർ ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടില്ല, എത്രയാണെന്നുള്ളതും കൂടാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് കോൺട്രുവൻസ് എടുക്കാം. 12x കോൺട്രുവൻറ്റ് ടു 18 മോഡ് 15. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു ലീനിയർ കോൺട്രുവൻറ്റ് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായിരുന്നു കണ്ടീഷൻ? D ഡിവൈഡ്സ് B അല്ലേ? D ഡിവൈഡ്സ് B എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ലീനിയർ ഡയോഫാൻറ്റൈൻ ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 12x അല്ലേ? 12x മൈനസ് 15y ഈസ് ഈക്വൽ ടു 80 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇതിൽ നിങ്ങൾക്ക് നോക്കുക, D എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? D എന്ന് പറഞ്ഞാൽ GCD ഓഫ് AN ആയിരുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 12 അല്ലേ? GCD ഓഫ് 12 ആൻഡ് മൈനസ് 15. മൈനസ് 15ൻ്റെയും 12ൻ്റെയും GCD എന്താ വരിക? അപ്പോൾ നമ്മൾ എങ്ങനെ GCD ചെക്ക് ചെയ്യാറുള്ളത്? ഇവിടെ 15 ആണ് അല്ലേ? 15 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്താ വരിക? 1 ഇൻറ്റു 12. നമ്മൾ 15 എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 12 കൊണ്ടാണ്. 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ എന്താ വരിക? 3 ആണ് വരിക.
ദെൻ നമ്മൾ എന്താ വീണ്ടും ചെക്ക് ചെയ്യുക, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ 4 × 3 എന്ന് വരും പ്ലസ് 0 എന്ന്. അപ്പോൾ ലാസ്റ്റ് വരുന്ന നോൺ സീറോ റിമൈൻഡർ ആണ് ഇവിടുത്തെ GCD. അത് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 3 ആണ് ഇവിടുത്തെ GCD എന്ന് പറയുന്നത്. അപ്പോൾ GCD കിട്ടി 3 ആണ്. ഇനി ഇത് സോൾവബിൾ ആണെന്നുണ്ടെങ്കിൽ D ആ GCD എന്ന് പറയുന്നത് Bനെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ B എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 18 ആണ്. 3 ഡിവൈഡ്സ് 18. 3 18നെ ഡിവൈഡ് ചെയ്യോ? കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് സോൾവബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore 12x congruent to 18 mod 15 ഈസ് സോൾവബിൾ അല്ലേ. സോൾവബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ ഇറ്റ് ഹാസ് D മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ. ഇവിടെ എത്ര മ്യൂച്വലി? D എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? 3 ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഹാസ് 3 മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് അല്ലേ. ഇൻകോൺഗ്രുവൻറ്റ് മോഡുലോ 50 അല്ലേ. മോഡുലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്? 15. അപ്പോൾ ഇറ്റ് ഹാസ് 3 മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 15 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഒന്ന് ചെയ്തു. ഇനി അതുപോലെ എന്ത് ചെയ്യാം? നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഇതിനൊരു ലീനിയർ ഡയോഫെൻതിൻ ഇക്വേഷൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 76V മൈനസ് അല്ലേ 176 V എന്ന് എടുത്ത് ഒരു U എന്ന് കൊടുക്കാം. U is equal to 15 എന്ന് എഴുതാം. ഇങ്ങനെ നമ്മളൊരു ലീനിയർ ഡയോഫെൻതിൻ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? GCD ചെക്ക് ചെയ്യുക. GCD ഇതിൻ്റെ നമ്മൾ ഏതായിരിക്കും ചെക്ക് ചെയ്യേണ്ടി വരിക? GCD ഓഫ് A and N അല്ലേ. 76ൻ്റെയും 176ൻ്റെയും GCD ചെക്ക് ചെയ്യുക. GCD ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കിട്ടുന്ന ആൻസർ, ആ ആൻസർ എന്ത് ചെയ്യുക? ഈ ഒരു 15നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 15നെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ഇതിനും സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാം. അവിടെ നമുക്ക് കിട്ടുന്ന GCD എത്രയാണോ അത്രയും മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 15 ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇതും കൂടെ ചെക്ക് ചെയ്യുക. ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? 49xനെ നമ്മൾ എന്ത് ചെയ്യുക? 49x മൈനസ് 36y is equal to 94 എന്ന് എഴുതുക അല്ലേ. എന്നിട്ട് 49ൻ്റെയും 36ൻ്റെയും GCD ചെക്ക് ചെയ്യുക. ആ GCD 94നെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ സൊല്യൂഷൻ ഉണ്ടെന്നും അത് എത്രയാണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്തത്? ഇതിനൊരു ലീനിയർ ഡയോഫെൻതിൻ ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റി, എന്നിട്ട് അവിടുത്തെ GCD ചെക്ക് ചെയ്തു. 12ൻ്റെയും 15ൻ്റെയും GCD നമുക്ക് 3 ആണെന്ന് കിട്ടി. ആ 3 എന്ന് പറയുന്നത് Bനെ, ഇവിടുത്തെ B എന്ന് പറഞ്ഞാൽ 18 ആണ്. 18നെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സോൾവബിൾ ആണ്, സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് എത്ര സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക? D മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ D കിട്ടിയിട്ടുള്ള 3 ആണ്. അതായത് ഇറ്റ് ഹാസ് 3 മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 15 കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് ദ ലീനിയർ കോൺഗ്രുവൻസ് 12x കോൺഗ്രുവൻറ്റ് ടു 48 മോഡ് 18 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത സോൾവബിൾ ആണോ എന്നും എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി ആ സൊല്യൂഷൻസ് നമുക്ക് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസും കൂടെ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ x കോൺഗ്രുവൻറ്റ് ടു B മോഡ് n-ആയിട്ട് കമ്പയർ ചെയ്യുക അല്ലേ. കമ്പയർ ചെയ്യുമ്പോൾ A എന്താ വരുന്നത്? A is equal to 12 ആണ്, B is equal to 48 ആൻഡ് N is equal to 18 ആണ്. ദെൻ D എന്ന് പറഞ്ഞാൽ എന്താണ്? GCD ഓഫ് AN ആണ്. GCD ഓഫ് A എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12ൻ്റെയും 18ൻ്റെയും GCD. 12 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം എന്ത് ചെയ്യുക? നമുക്ക് 18നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 1 × 12 പ്ലസ് 6 എന്ന് വരും. ഓക്കെ, ദെൻ 12നെ എന്ത് ചെയ്യുക? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 × 6 പ്ലസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ 6 ആണ്. അതായത് GCD എന്താ വരുന്നത്? 6 ആണ് വരുന്നത്. ദെൻ ഇവിടെ കിട്ടുന്ന ഈ GCD ഈ ഒരു Bനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. D എന്ന് പറഞ്ഞാൽ എത്രയാണ്? D എന്ന് പറഞ്ഞാൽ 6 ആണ്. D ഡിവൈഡ്സ് B അല്ലേ 48. D കറക്റ്റായിട്ട് 14നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സോൾവബിൾ, ഇതെന്താണ്? സോൾവബിൾ ആണെന്ന് പറയാൻ പറ്റും. ദെൻ ഇറ്റ് ഹാസ്, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഹാസ് D മ്യൂച്വലി, D is equal to 6 മ്യൂച്വലി ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 18 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അത് നമ്മൾ എങ്ങനെ എഴുതുക? x0 പ്ലസ് അല്ലേ, അല്ലെങ്കിൽ x പ്ലസ് അല്ലേ. ഫസ്റ്റ് x0 പ്ലസ് n/d ഇൻറ്റു T എന്നാണ്. ഇവിടെ T എന്ന് പറയുന്നത് 0 ആവുക D-1 വരെ, അതായത് T0 1 2 3 4 5 അല്ലേ. 6 ആണ് വരുന്നത്, അതായത് D-1 വരെയാണ് വാല്യൂസ് വരിക. ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ x0 ഒരു വാല്യൂ ഇട്ടണം. x0 എന്നുള്ളത് നമ്മളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക വെച്ചാൽ ഇതിന് അല്ലേ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 12x കോൺഗ്രുവൻറ്റ് ടു 48 മോഡ് 18 എന്നുള്ളതിൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു സൊല്യൂഷൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് കണ്ടെത്തുക.
അപ്പോൾ ഇതിന് ഞാൻ ജസ്റ്റ് ആദ്യം എക്സിന് 1 തന്നെ കൊടുത്തു നോക്കുകയാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 12 മൈനസ് 48 അല്ലേ? 12 മൈനസ് 48 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 36 ആണ് വരിക. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് 18 ഡിവൈഡ്സ് 36 എന്ന് വരും. ഓക്കെ, കറക്റ്റായിട്ട് 18 എന്ത് ചെയ്യും? 36നെ ഡിവൈഡ് ചെയ്യും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് ഇതെന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് കണ്ടെത്താൻ പറ്റും. അതായത് പുട്ട് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇതിൽ എക്സ് നോട്ടിൻ്റെ വാല്യൂ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി n നമുക്കറിയാം, ഡി അറിയാം, ടി അറിയാം. അപ്പോൾ നമുക്ക് ഓരോ സൊല്യൂഷൻസും കിട്ടും. അപ്പോൾ എക്സ് നോട്ടിന് ആദ്യം ഞാൻ 1 കൊടുക്കുകയാണെ. 1 കൊടുക്കുമ്പോൾ ആദ്യം എന്ത് വരും? എക്സ് നോട്ട് പ്ലസ് ടി 0 ആണ് അല്ലേ? അപ്പോൾ ഇത് 0 ആകും. ഫസ്റ്റ് വാല്യൂ 1 ആണ് വരിക. രണ്ടാമത്തെ എന്ത് വരും? 1 പ്ലസ് എൻ ബൈ ഡി. എൻ എന്താണ് വരുന്നത്? എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 ബൈ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 6 ആണ്. ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 0 നമ്മൾ കൊടുത്തു, ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, അതുപോലെ 1 പ്ലസ് അല്ലേ, നെക്സ്റ്റ് എന്ത് വരും? 2 അല്ലേ, 2 ഇൻറ്റു 18 ബൈ 6 എന്ന് വരും. ഓക്കെ, അതുപോലെ അടുത്ത് എന്ത് വരും? 1 പ്ലസ് 3 ഇൻറ്റു 18 ബൈ 6 എന്ന് വരും. നെക്സ്റ്റ് എന്ത് വരും? 1 പ്ലസ് 4 ഇൻറ്റു 18 ബൈ 6 എന്ന് വരും. 1 പ്ലസ് 5 ഇൻറ്റു 18 ബൈ 6 എന്ന് വരും. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടെ നിങ്ങളൊന്ന് സോർട്ട് ചെയ്ത് ചെറുതാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ആൻസർ 1 തന്നെ. ദെൻ 1 പ്ലസ് 18 ബൈ 6 3 ആണല്ലേ? അപ്പോൾ 1 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് വരും. നെക്സ്റ്റ് ഇവിടെ ഇത് എന്തായി പോകും? 3 ആയി പോകും. 18 ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും. 1 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. 4ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 7. ഈ 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ നെക്സ്റ്റ് എന്താ വരിക? 10 വരും അല്ലേ? 10ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 13 വരും. 13ൻ്റെ കൂടെ ഇപ്പോൾ ഇത് 10 വരിക, ഇത് 13 വരിക. 13ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 16 വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? പരസ്പരം ഇൻകോൺഗ്രുവൻ്റ് ആയിരിക്കില്ലേ? 1 ഈസ് ഇൻകോൺഗ്രുവൻ്റ് മോഡുലോ അല്ലേ? 4 മോഡ് ഇവിടെ എന്താ വരുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 അല്ലേ? ഇത് ശരിയാണ് അല്ലേ? 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 3 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 18 ഡിവൈഡ്സ് 3 എന്നുള്ളത് കറക്റ്റ് ആവുമോ? 3 ഡിവൈഡ്സ് 18 ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ് അല്ലേ? പക്ഷേ ഇതെന്താണ് 18 ഡിവൈഡ്സ് 3 അപ്പോൾ ഇത് ഒരിക്കലും എന്താവില്ല? കോൺട്രുവൻ്റ് ആവില്ല, ഇൻകോൺട്രുവൻ്റ് ആവും. അതുപോലെ ഇതിലെ പരസ്പരം ഏത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ എന്തായിരിക്കും? മ്യൂച്വലി ഇൻകോൺട്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു ആ തിയറം പറഞ്ഞത്. ഇങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. ആ സൊല്യൂഷനിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഡി മ്യൂച്വലി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരുന്നു? ഡി സിറ്റിന്ന് 6 ആണ്. 6 അല്ലുള്ളത് 1 2 3 4 5 6 അല്ലേ? 6 മ്യൂച്വലി ഇൻകോൺട്രുവൻ്റ് ആണ്. ഇതൊക്കെ എന്താ? ഇൻകോൺട്രുവൻ്റ് മോഡുലോ n. ഇൻകോൺട്രുവൻ്റ് മോഡുലോ n എന്താണ്? ഇവിടെ 18 ആണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം എന്താണെന്ന് കിട്ടി? ഇൻകോൺട്രുവൻ്റ്. 1 ഇൻകോൺട്രുവൻ്റ് മോഡുലോ 4 ആയിരിക്കും. 4 ഇൻകോൺട്രുവൻ്റ് മോഡുലോ 7 ആയിരിക്കും അല്ലേ? 7 മോഡ് 18 ആയിരിക്കും. അപ്പോൾ അതൊക്കെ പരസ്പരം എന്തായിരിക്കും? ഇൻകോൺട്രുവൻ്റ് മോഡുലോ 18 ആയിരിക്കും. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്.